കപ്പലുകളെയും വിമാനങ്ങളെയും തെളിവിന്റെ ഒരു തരി പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഒരു സ്ഥലം. റേഡിയോ സിഗ്നലുകൾ നിശ്ചലമാകുന്ന, വടക്ക് നോക്കി യന്ത്രങ്ങൾ ദിശയറിയാതെ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ഒരു സ്ഥലം. 19-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ 75ഓളം വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ഒരു അവശേഷിപ്പും വെക്കാതെ അപ്രത്യക്ഷമായ ഒരു സ്ഥലം. 1964-ൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസ് ഈ പ്രദേശത്തിനൊരു പേര് നൽകി. നിഗൂഢതകൾ നിറഞ്ഞ ചെകുത്താൻ ത്രികോണമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നുമെല്ലാം വിളിപ്പേരുള്ള ബർമൂഡ ട്രയാങ്കിൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബർമൂഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയെയും പ്യൂർട്ടോറിക്കയെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന പ്രദേശമാണ് ബർമൂഡ ട്രയാങ്കിൾ. ഈ പ്രദേശത്തിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1918 മാർച്ച് മാസത്തിൽ 309 പേരുമായി കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് പോവുകയായിരുന്ന US നേവിയുടെ USS സൈക്ലോപ്സ് അപകട സൂചനകൾ ഒന്നും നൽകാതെ ദുരൂഹമായി കാണാതായതോടെ ബർമൂഡ ട്രയാങ്കിൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. 1941-ൽ അമേരിക്കയുടെ തന്നെ USS പ്രോട്ടിയസും ഒരു മാസത്തിനു ശേഷം USS നീറോസും ഇതേ സ്ഥലത്ത് അപ്രത്യക്ഷമായി. 1945-ൽ US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന 5 അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബർമൂഡ ട്രയാങ്കിളിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിലും യാത്രാ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും കപ്പലുകളും ഈ പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായതോടെ ഈ സ്ഥലം ദുരൂഹതകളുടെ ഒരു ലൈബ്രറിയായി മാറി. ബർമൂഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള അനേകം പഠനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. 2016-ൽ കൊളറാഡോ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം മുന്നോട്ട് വെക്കുന്നത് ഈ സ്ഥലത്തിന് മുകളിലുള്ള മേഘക്കൂട്ടങ്ങളെ കുറിച്ചാണ്. മണിക്കൂറിൽ 170 മൈൽ വരെ വേഗത്തിൽ അതിശക്തമായ വായു പുറന്തള്ളാൻ സാധിക്കുമെന്നും 45 അടി വരെ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്ന ഈ മഴമേഘങ്ങളെ കുറിച്ചാണ് കൊളറാഡോ യൂണിവേഴ്സിറ്റിയുടെ പഠനം വ്യക്തമാക്കുന്നത്. കപ്പലുകൾക്കോ വിമാനങ്ങൾക്കോ ഈ അസാധാരണ പ്രതിഭാസത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ബർമൂഡ ട്രയാങ്കിളിന്റെ നിഗൂഢതയെ ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ അനേകം കഥകൾ പ്രചരിക്കുന്നതാണ് ഇന്നും ഇതിന്റെ പ്രസക്തി നിലനിർത്തുന്നത്. തീർച്ചയായും ഇതിൽ അമാനുഷിക കെട്ടുകഥകൾക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്. അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസിന്റെ ലോകത്തേക്കുള്ള വാതിൽ എന്നതുപോലുള്ള കെട്ടുകഥകൾ, അന്ധവിശ്വാസങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. സാമാന്യബോധത്തിന്റെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെയൊന്ന് വിലയിരുത്താം. ബർമൂഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെയില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ കപ്പൽ പാതയിലാണ് ബർമൂഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളുടെ നിരക്ക് കൂടുതലായി തോന്നാം. എന്തു തന്നെയായാലും ബർമൂഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ പൂർണ്ണമായും അവസാനിക്കാത്തിടത്തോളം കാലം ഈ പ്രദേശം കെട്ടുകഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എല്ലാമുള്ള ഏറ്റവും നല്ല വളമായി തുടരും. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.